അതിന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് ദിവസമായിട്ട് കാണുന്നത്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു എന്തോ പറയുന്നത്, അതിനെതിരെയുള്ള ശക്തമായൊരു യുദ്ധമാണ് കാണുന്നത്. കാര്യം ബ്രാഹ്മണർക്കെതിരെയുള്ള ജിഹാദി ആക്രമണമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. നമ്മൾ ശ്രദ്ധിച്ചറിയാം, എവിടെ നടക്കുകയാണെങ്കിലും അവസാനം ബ്രാഹ്മണരുടെ തലയിൽ കൊണ്ടുവയ്ക്കുക. സുരേഷ് ഗോപി ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞ് അതിനും ബ്രാഹ്മണർക്കായി. അറിയാമല്ലോ, അതിന് നമ്മുടെ ഡയറക്ടർ കമാൽ വേണ്ട വിഷയം ഉണ്ടാക്കി അതിനും കേസ് കൊടുത്ത ഞാനാണ്, കമ്മീഷൻ ഓഫീസിൽ കേസ് ഫയൽ ചെയ്ത് ഞാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് നടന്നാലും അവസാനം ബ്രാഹ്മണരുടെ തലയിലാണ് വരുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായൊരു നടപടി തന്നെ ഹൈക്കോടതി കൊണ്ടുവരണം. കാര്യം ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനം നടന്നു കഴിഞ്ഞാൽ അത് ബ്രാഹ്മണരാണ് ചെയ്തതെന്നുള്ളൊരു നിലപാട് പൂർണ്ണമായിട്ട് മാറണം. ഇന്ന് കാലങ്ങളായിട്ട് ബ്രാഹ്മണർ തന്നെയാണ് അവിടെ തന്ത്രം. അപ്പോൾ എഴുത്തുകുത്തനുസരിച്ച് ഇന്ന് ഈ കാലഘട്ടം, ഇപ്പോൾ ഈ വിഷയങ്ങൾ പുറത്ത് വരുന്നത് വരെ ഇപ്പോഴും താഴ്മൺ കുടുംബം തന്നെയാണ് ശബരിമല തന്ത്രം. അവരെ മാറ്റി നിർത്തിയല്ല അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംശയത്തിൻ്റെ നിഴലിൽ അദ്ദേഹം അകത്തായെങ്കിൽ പോലും അവിടുത്തെ തന്ത്രം താഴ്മൺ കുടുംബം തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു വിഷയം നടക്കുമ്പോൾ ഉടനെ ബ്രാഹ്മണരായിട്ടുള്ള തന്ത്രിമാരെ എല്ലാം പുറത്താക്കിയിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് വരെ അവിടെ നടന്നു വന്ന കാര്യങ്ങളിലൊന്നും ഇത് ചെയ്ത ആൾക്കാരോ ചെയ്യിപ്പിച്ച ആൾക്കാരും ബുദ്ധിയില്ലാത്ത ആൾക്കാരല്ല എന്നും കൂടെ മനസ്സിലാക്കുക.